കെട്ടിടം പൊളിച്ചു തീരാറായി. നാളെ പണി തുടങ്ങണമെന്നും പറഞ്ഞു അച്ഛൻ തന്നെ എല്ലാത്തിനും മുന്നില്. അച്ഛനെയും കൂട്ടി എത്രയും പെട്ടെന്ന് സ്ഥലം വിടുന്നതാ നല്ലത്. അതിന് അച്ഛൻ സമ്മതിക്കണ്ടേ? 5 ലക്ഷം രൂപ നാളെ രാവിലെ കൊടുക്കാന്ന് ഏറ്റിരിക്കുക. സാരമില്ല മാഷേ, നമുക്ക് കൊടുക്കാം. 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ ചരിത്രമുള്ളതല്ലേ. പിന്നെ പണ്ട് സ്നാപക യോഹന്നാൻ 5 അപ്പം കൊണ്ട് 5000 പേരുമായിട്ട് ഊട്ടി പോയപ്പോ അത് ഈ കഥയല്ല. 5 അപ്പം ഒന്ന് പോടാപ്പ ചേട്ടൻ പറ. വെറും 5 രൂപ സംഭാവന കൊടുത്ത് ഒരു രസീത് വാങ്ങുക. എന്നിട്ട് ആ രസീതിൽ 5 രൂപ എന്നുള്ളത് 5 ലക്ഷം രൂപയാക്കുക. KSK നമ്പ്യാർ 5 ലക്ഷം രൂപ. അപ്പോ 5 ലക്ഷം രൂപയും തീർത്തു കൊടുത്തു കഴിഞ്ഞു അല്ലേ? അതെ അച്ഛാ, പണം അമ്മാവനെ കൊടുത്തു വിട്ടത്. ആ, ഞാൻ അളിയനെ ടെലഗ്രാം അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിന്ന് രാത്രി തന്നെ തൃക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകണം. ആ, ഒരു വിശേഷാൽ പൂജയും വഴിപാടും ഒക്കെ ഉണ്ട് അവിടെ. പൂജയും വഴിപാടും നടക്കട്ടെ. അയ്യോ, ഞാൻ പറയുന്നു കേക്ക്. നിങ്ങൾ എല്ലാരും കൂടി എന്റെ മെക്കിട്ടേറി എന്നാ കിട്ടാനാ? ഈ കെട്ടിടവും പൊളിച്ചിട്ട് രാജ്യരാമായണ അയാളെ കടന്നുകളയുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? അയാളല്ല ഇവിടെ പ്രശ്നം, അയാൾ തന്ന ഫണ്ടാണ് പ്രശ്നം. ഫണ്ടോ? എന്താ ഫണ്ട് എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ? ഫണ്ട് കണ്ടിട്ടേ ഇല്ലേ? അയാളുടെ ഫണ്ടും കണ്ടിട്ടുള്ളതല്ലേ? മര്യാദക്ക് വെക്കണോ കാശ്? ഈ സമയത്ത് നീ കാല് പാരാതടാ. എനിക്ക് നിങ്ങളെ വിശ്വാസം അല്ല. അയാൾ കാശ് തരാതെ പോയി എന്ന് പറഞ്ഞാൽ ഞാനിത് വിശ്വസിക്കില്ല. അയ്യോ, നിന്റെ അച്ഛനാണ് സത്യം. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാ. ഇതുപോലുള്ള കള്ള സത്യങ്ങൾ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ. ചേട്ടാ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. വെറുതെ നോക്കി നിൽക്കാതെ ചില പ്രയോഗങ്ങളോട് ചോദിക്കടാ. ആരും ബഹളം വെക്കണ്ട, എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം തരാം. അയ്യോ ശശാങ്ക, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണമായിരുന്നു. കുറെ ഒഴിച്ചതല്ലേ, ഇനി സമയാകുമ്പം പറയാം. ഇപ്പായി. അതെ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. സ്വന്തം കാര്യം തന്നെ എന്താവും അറിയാതിരിക്കാൻ ഞാൻ. ഒന്ന് പോടോ. എന്താ ആശാനെ കാര്യം? ഒരു KSK നമ്പ്യാർ ഈ ഭാഗത്തുണ്ടെന്നറിഞ്ഞു. ഒന്ന് കണ്ടാ കൊള്ളായിരുന്നു. KSK നമ്പർ ആരാ? അളിയൻ. ആരാ? അളിയൻ. അളിയനാ? എന്റെ ഭഗവതി, അളിയാ. നിന്റെ അളിയൻ 5 ലക്ഷം രൂപ രൊക്കം ഇവിടെ കൊണ്ട് വെക്കാതെ നീ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. അളിയൻ കാശ് കൊണ്ട് വരില്ല, കൊണ്ടുവരാൻ പറ്റില്ല. എങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ ഇവിടെ നിന്ന് ചെതലെടുത്തു പോകും, അത്ര തന്നെ. അതുകൊണ്ട് യാതൊരു പ്രയോജനമോ അമ്പലത്തിനോ കമ്മിറ്റിക്കാർക്കോ ഇല്ല. എനിക്ക് 2 അപേക്ഷയുണ്ട്. എന്താ രണ്ടാമത്തെ അപേക്ഷ? എന്നെ പോകാൻ അനുവദിക്കണം. എന്റെ കൂടെ ആർക്ക് വേണേലും വരാം. അളിയനെ ഞാൻ നേരിട്ട് കാണിച്ചു തരാം. അപ്പൊ ആദ്യത്തെ അപേക്ഷയോ? എന്റെ പാന്റ് ഷർട്ട് ഇങ്ങി തരണം. തൈ വേണമെന്നില്ല. എന്റെ അപേക്ഷ സ്വീകരിക്കണം. നിങ്ങളൊരു യുവ നേതാവല്ലേ, യുവതി യുവാക്കളുടെ ഹരമല്ലേ? വാസ്തവം. കണ്ടോ ആ തല വെച്ചിരിക്കണേ ഇരുപിടിക്കട്ട അല്ല, നെല്ലിക്കാ കിഴിയ. അയ്യോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, ലേശ ബുദ്ധിപരമുണ്ട്. ചങ്കെ കുത്തുന്ന വർത്താനം പറയാതെ. ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ്. അങ്ങേരുടെ കയ്യിൽ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള കാശ് പോലും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാ കൂത്തരങ്ങ് പണിയുന്നത്? ഇത് നല്ല കൂത്ത്. കൊന്നുകളയും, തല്ലിക്കൊല്ലും. എന്നെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? തന്നെ അല്ലടോ, നാട്ടുകാർ എന്നെ തല്ലിക്കൊല്ലും. നമ്പ്യാർ സാറേ, അങ്ങനെ ആവട്ടെ. ഇവിടെ പാടോ. ഞാൻ വരണോ? അവിടെ അവിടെ അവരെല്ലാം പൊളിച്ചു കഴിഞ്ഞു. വെരി ഗുഡ്. ഇത് വൈഫിന്റെ ഒരു വഴിപാടാ, കിഴി വഴിപാട്. അളിയൻ ഇത് പോന്നു. ഞാൻ വന്നിട്ട് കുറെ നേരമായി. അവിടെ അളിയൻ കൂത്തരങ്ങ് പൊളിച്ച് പണിയുന്നുണ്ട്. ഇവരെനിക്കൊരു സ്വീകരണം തന്നു. നല്ല സ്നേഹമുള്ളവരാ. സ്നേഹിച്ചാൽ ഇവരങ്ങ് തിന്നു. വെറുതെ തിന്നുകളയില്ല, ചവച്ച് ചവച്ച് അരച്ച് തിന്നും. ആ വരെ, പണിയൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ. ഇല്ല, ഫണ്ട് ഉണ്ടെങ്കിലേ പണി നടക്കൂ. നമ്പ്യാർ സാറേ, ഇങ്ങേരുന്ന് എവിടെ പോവുക? നമ്പ്യാർ സാറേ, നമ്പ്യാർ സാറേ, ഇവിടെ ഒരു രഹസ്യം കൂത്തരമുണ്ട്. നമുക്ക് അതുകൂടെ പൊളിച്ചാൽ. ഒരിടത്ത് ഒരെണ്ണം പൊളിച്ചിട്ടത് പോരെ, ഇനി ഇതുകൂടെ പൊളിക്കണോ? വലിപ്പം പോരടോ, നമുക്ക് കുറച്ചുകൂടെ വലുതാക്കാം. അളിയാ, ഇതിന്റെ ആൾ ഇദ്ദേഹം അല്ല. അളിയൻ റൈറ്റ്. ഇതിന്റെ വാരേതാ? അതെ, ഒരു കിഴി കൊണ്ടൊന്നും പട്ടവർത്തി എത്തുകയല്ല. ഇവിടുന്ന് ഒരു കിഴി വാങ്ങിച്ച് താൻ ഇരിക്കുന്ന, ഞാൻ അതും തലയിൽ വെച്ചോണ്ട് ഇവിടെ ഇരുന്നോളാം. കിഴിയും കൊണ്ട് ഇവിടെ ഇരുന്നാ മതിയോ? എടോ, കാശില്ലാതെ അങ്ങോട്ട് ചെന്നാൽ അവരെന്നെ തല്ലി തല്ലി കൊല്ലും. എന്നാ കിഴി ഇവിടെ കിട്ടും, അതും തലയെ വെച്ചോട്ട് ഇരുന്നാ. എടോ എടോ നമ്പ്യാരുടെ അളിയാ, നിക്കടോ അവിടെ. ബീഡി ഒന്നും വലിക്കാവുന്ന ആത്മാർത്ഥമായിട്ട് പണിയെടുക്ക്. ഒന്നുമില്ലെങ്കിൽ ഇതൊരു വഴിപാടല്ലേ? എടോ, എന്താ താൻ പറഞ്ഞ വഴിപാടോ? അതെ, വഴിപാട്. ഈ റോഡ് ക്ഷേത്രം വരെ ടാർ ചെയ്യാനുള്ള ഒരു വഴിപാട്. ആരുടെ? ഒരു മുതലാളിയുടെ. ഈശ്വര, ചതിച്ചോ? ചതിച്ചു.
ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ഇതല്ലാതെ വേറെ വഴിയുണ്ടോ? അയ്യോ എന്നാ ഈ വഴി വെട്ടിപ്പൊളിക്കല്ലേ. എന്താ കാര്യം? കാര്യമുണ്ട്. ഇതിന്റെ ഫണ്ട് വന്നിട്ടാണോ ഈ പണി തുടങ്ങിയത്? അല്ല, ഇതിന്റെ ഫണ്ട് അടുത്ത ശനിയാഴ്ച വരുമെന്നാ മുതലാളി പറഞ്ഞത്. ആ. അയാള് മുതലാളി അല്ല, ലേശം ബുദ്ധിഭ്രമമുള്ള ആളാണ്. അയാളുടെ ഫണ്ടും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ദേ, ദേ, ഇയാള് അളിയനാ അയാള്. ആരാടാ നീ? ഞാനെങ്ങനെയാണോ നിന്റെ അളിയനാവുന്നേ? ഇയാളാരാ? ഇതാ ഞങ്ങളുടെ മുതലാളി. അയ്യോ ഈശ്വര, ഞാൻ കേട്ടു, പറഞ്ഞ- എനിക്ക് വട്ടാണെന്നല്ലേ? എനിക്ക് ഫണ്ടില്ലെന്നാരാ പറഞ്ഞ? ആ നിങ്ങൾ സംസാരിച്ചേക്ക്, ഞാൻ ഇപ്പൊ വരാം. മുരുകൻ ചിട്ടി ഫണ്ട്, ലക്ഷ്മി ചിട്ടി ഫണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഹേയ്, കേട്ടു തുടങ്ങിയപ്പോഴേക്കും മേലാസകലം കോരിത്തരിച്ചു. ദാ. എടാ രമണ, ഓ. നമ്മുടെ ടാർവി പോകുന്നു. ഉണ്ട് മുതലാളി. എന്നാ ഇവനൊന്ന് മുക്കി വിട്ടേരെ. അയ്യോ, ഇവന്റെ അയ്യോ, തടി തിളച്ച ടാറാണോ? അയ്യോ. പോടാ, പോടാ, പോടാ. നീ ഇതെവിടെ പോവുക? ഞാനാ ഭാര്യത്തിരക്ക് പോവാ. പിന്നെ ഇതാരാ നിന്റെ തന്തയാ? അയ്യോ, ചേട്ടനായിരുന്നോ? മൂക്കിനെന്ത് പറ്റി? നീര് വെച്ചിരിക്കുന്നു. ആ അതെ, കാട്ടുപോത് കുത്തിയതാ. ദേഹമാസകലം നീര് വരാതിരിക്കാനാ ഞാൻ ദേ ഇത് വെച്ചോണ്ട് തിരക്കണത്. ആ ശശാങ്കനും കൂട്ടരും എന്നെ തേടി നടക്കുക. അവന്മാരുടെ കൈ ചെന്ന് പെടുന്നതിന് മുമ്പ് ഭാര്യ ശരീരം മുഴുവൻ തീരെ ഗർഭവാസം പറഞ്ഞിട്ടെന്താ കാര്യം? ആശുപത്രി കിടക്കുക. ദേ പോണത് കണ്ടില്ലേ? അവന്മാരുടെ കൈ പെടുന്നതിന് മുമ്പ് ഒരു 15 സെന്റ് സ്ഥലം വിട്ട് കൂത്തരങ്ങിന്റെ പണി തുടങ്ങണം. ഇല്ലേ കൈയും കാണുക അല്ലെ കാലും കാണുക. ചേട്ടൻ എന്തിനാ പേടിക്കണേ? പാർട്ടി റെഡി ക്യാഷ് ആയിട്ടാ വന്നിരിക്കുന്നത്. റെഡി ക്യാഷ് റെഡി ക്യാഷ് ഇന്ന് കിട്ടുമോ? കിട്ടും. എന്റെ ദേവി, എന്നാ സമയങ്ങളെ ആദ്യം വാ. ദേ ഇതാ മുതലാളി. നമസ്കാരം മുതലാളി. നമസ്കാരം. അയ്യോ ഈശ്വര, പിന്നെ ഇയാളാ? ഞാനിത് മുഴുവൻ അങ്ങ് വാങ്ങിച്ചേക്കാം. എന്താ? താനിങ് വന്നേ. ഇതാണോ ആള്? അതെ, ബെസ്റ്റ് പാർട്ടിയാ. പക്ഷെ എന്റെ കമ്മീഷൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് തരണം. പിന്നെന്താ, ഇപ്പൊ തന്നെ നന്നാക്കാം. ഇത് അഡ്വാൻസ്, ബാക്കി പിന്നെ. ഓടാ. എന്താ ഇതൊക്കെ? ഏയ്. താനെന്താ വല്ല സർക്കസിൽ നിന്നും വരുവാണോ? ഏയ് സർക്കസിലേക്ക് പോവുക. വേണമെങ്കിൽ താനും കൂടെ പോരെ. നമുക്ക് അവിടെ ചെന്ന് ഒരുപാട് തമാശകൾ കാണിക്കാം. ഭാര്യരെ എന്തോ എടോ കള്ള വാരിയോരെ. അയ്യേ, ഞാൻ വാരൊന്നുമല്ല. പിന്നെ? എന്റെ പേര് ജോസഫ് എന്ന് പറ്റുവാ. ഞാനേ സർക്കസിലെ ജോക്കറാ. തന്റെ മൂക്കേ ഞാൻ ഇടിച്ച് ഇതേ ഷേപ്പിലാക്കി തരാം. മേലാൽ ഇത് വെക്കേണ്ടി വരില്ല. അയ്യോ, അയ്യോ, ഇടിയടാ. അയ്യോ, കാര്യം പറഞ്ഞിട്ട് ഇടിക്കണം. നിർത്ത്, 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 നിർത്ത്. കാര്യം പറയട്ടെ. എടോ താൻ 5 ലക്ഷം രൂപ ഈ നിൽക്കുന്ന നമ്പ്യാരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഒപ്പിട്ട് കൊടുത്തതിന്റെ രസീതല്ലേ ഇത്? എന്റെ അമ്മയാണ് സത്യം. ഒരു പൈസ പോലും ഈ മനുഷ്യൻ എനിക്ക് തന്നിട്ടില്ല. എന്റെ അമ്മയാണ് സത്യം. എന്റെ അളിയൻ ശിവരാമൻ 5 ലക്ഷം രൂപ ഇയാൾക്ക് കൊടുത്തതാ. അതിന്റെ രസീത് ഞാനും കണ്ടതാ. ഇപ്പൊ കാര്യം കേട്ട് കഴിഞ്ഞല്ലോ. ഇനി ഇടി തുടരട്ടെ. ഒരു മെഗാ സീരിയൽ പോലെ ഇടി. ഒരിക്കലും അവസാനിക്കരുത്. നമ്പ്യാരെ. നിർത്താതെ ഇടി. ഇടയ്ക്ക് പരസ്യം പോലും പാടില്ല. എടാ പോഴന്മാരെ, എന്താ? ഇയാള് നമ്പ്യാരല്ല, നമ്പരില്ലാത്തവനാ. ഒരുപാട് കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ ഉടമയായിരുന്നു. അത് പണ്ട്. ഇപ്പൊ ഇയാൾക്കൊന്നുമില്ല. പാപ്പരാ. എടോ താൻ ഒരുത്തൻ കാരണം കുറെ ദിവസങ്ങളായിട്ട് ഞാൻ എന്റെ വീട് പോലും കണ്ടിട്ടില്ല. എല്ലാം നശിച്ചു. ഇയാളുടെ വീടും പറമ്പും ഒക്കെ പോയി. ഇയാള് കാരണം ഇപ്പൊ എന്റെ വീടും പറമ്പും വിൽക്കാൻ പോവുക. ഈ പ്രശ്നത്തിലൊക്കെ കാരണം താനാണ്. താൻ തലേ കിഴി വെച്ചടക്കുന്ന ഭ്രാന്തനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വിടണോ? പോകാനൊരു ഇടവില്ലാതെ ഗതികെട്ട അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങി നടക്കുക. ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ. തലയ്ക്ക് സുഖമില്ലെങ്കിൽ വല്ല ആശുപത്രിയിൽ പോയി കിടക്കണോ? എന്താ എന്താ സംഭവിച്ചത്? എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അച്ഛനൊന്ന് ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. ജീവൻ ഇപ്പോഴും ബാക്കിയുണ്ട്. പറയടാ, എവിടെ എന്റെ മകൾ?
ഇനിയും നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കൊത്തി നുറുക്കും. പറയടാ. എല്ലാ സത്യവും ഞാൻ പറഞ്ഞല്ലോ. അവന്മാരുടെ അഡ്രസ്സും തന്നില്ലേ, പിന്നെ എന്തിനാ തല്ലുന്നേ? ബസ് സ്റ്റാൻഡ്, ലൈൻ വീട്, നീ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. അവിടെ എങ്ങും അവരില്ല. ഏത് നരകത്തിൽ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. ഞാൻ കണ്ടുപിടിക്കും. എന്തിനാ ഇനിയും ഞങ്ങളെയൊക്കെ എങ്ങനെ പരീക്ഷിക്കുന്നത്? താങ്ങാവുന്നതിനും ഒക്കെ അപ്പുറമായി. നിങ്ങളുടെ മകന്റെ മനസ്സെങ്കിലും നിങ്ങൾക്കൊന്ന് കാണാമായിരുന്നില്ലേ? ഈ ചെറുപ്രായത്തിനിടയ്ക്ക് അവൻ അച്ഛനു വേണ്ടി അനുഭവിച്ച ദുരിതങ്ങളൊക്കെ ഒന്നും ഓർക്കായിരുന്നില്ലേ? ചന്ദ്രു അച്ഛനെ സ്നേഹിക്കുന്നത് പോലെ ഒരു മകനും ഒരച്ഛനെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല സാർ. എന്റെ മോൻ എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ? പറയടാ, ഇനി അച്ഛൻ എങ്ങനെ ജീവിക്കണ്ടേ? ഒരു കോമാളിയായിട്ടോ അതോ ഭ്രാന്തനായിട്ടോ? എന്തിനാടാ എന്നെ കോമാളി വേഷം കെട്ടിച്ച് നാട് മുഴുവൻ കൊണ്ടു നടന്നത്? പറയടാ, പറ. അതൊന്നും എനിക്കറിയില്ല അച്ഛ. എനിക്ക് എൻ്റെ അച്ഛനെ വേണമായിരുന്നു. അത് മാത്രമേ എനിക്കറിയൂ. ആ പഴയ ഇഷ്ടം നിനക്ക് അച്ഛനോട് ഇപ്പോഴും ഉണ്ടോ? പറയടാ, ഉണ്ടോന്ന്. ഉണ്ടെങ്കിൽ അച്ഛനെ ചാകാൻ അനുവദിക്കുക, ചാകാൻ അനുവദിക്കുക. ചന്ദ്രു, സാരമില്ലടോ. എന്തിനാ എന്നെ പിടിച്ചോണ്ട് പോവാൻ ഇത്രയധികം ആൾക്കാർ നടക്കുന്നത്? എന്നെ പിടിച്ചു കൊടുത്താ അത്രയ്ക്ക് പണം കിട്ടുമോ? എന്റെ ഏട്ടന്മാർക്ക് ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് കഴിയാനുള്ള പണം കിട്ടുമോ? ചന്ദ്രുവിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനുള്ള പണം കിട്ടുമോ? കിട്ടും. എങ്കിൽ എന്നെ വന്ന് പിടിച്ചോണ്ട് പൊക്കോളാൻ അവരോട് പറ. സ്നേഹം എന്ന് പറഞ്ഞ
ഒരുമിച്ച് ജീവിക്കുന്ന മാത്രമല്ലല്ലോ, ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തവര് ചിലപ്പോ ഒരുമിച്ച് മരിക്കാറില്ലേ? അതും സ്നേഹമല്ലേ? എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ത്യാഗം ചെയ്യാൻ ഏയ് മിണ്ടരുത്. തിരുവായ്ക്ക് എതിർവായില്ല. ഞാൻ ആരാന്ന നിങ്ങളുടെയൊക്കെ വിചാരം? രാജകുമാരിയാ. ഞാനൊന്ന് അവിടെ പോയിട്ട് ആ നാടൊക്കെ ഒന്ന് ഭരിക്കട്ടെ. എന്നിട്ട് നിങ്ങളെയൊക്കെ കാണാനൊരു വരവുണ്ട്. വരുന്നത് എന്തിലാന്നറിയോ? പല്ലക്കില്. നീ വിഷമിക്കണ്ടടാ. ഇനി ഒരു കാര്യത്തിലും ആരും പേടിക്കണ്ട. എന്താ കാര്യം? അജയ, നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ തുറക്കാൻ പോവാറിഞ്ഞോ? വിജയൻ അന്തം വിട്ടിരിക്കുന്നു. ആ എടാ പങ്ക, പങ്കൻ. ആ എന്നാ പങ്കൻ, ആ നീ ഇന്നു മുതല് പേന പങ്കനല്ല, നമ്മുടെ കമ്പനിയുടെ മെയിൻ സൂപ്പർവൈസറാ. വീണ്ടും കയ്യിൽ നിന്ന് പോയോടാ ചന്ദ്രു? എന്തുവാടാ ഇടയ്ക്ക് പിറുപിറുക്കുന്നത്? നീ ചോദിച്ചൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് വീണ്ടും പഴയ തുടങ്ങിയോന്ന്. അച്ഛൻ പറഞ്ഞതെല്ലാം സത്യമാണ് മോനെ. നിങ്ങളുടെയൊക്കെ മനസ്സ് ഈശ്വരൻ കണ്ടു മക്കളെ. ഈശ്വരൻ മനുഷ്യരൂപത്തിൽ എൻ്റെ മുമ്പിൽ വന്നു. അദ്ദേഹത്തിന്റെ സഹായം കൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം തുറക്കാൻ പോകുന്നത്. ആ അദ്ദേഹം വന്നിട്ടുണ്ട്. നിന്നെ ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞു. ഞാൻ വിളിക്കാം. യെസ് മിസ്റ്റർ റെഡ്ഡി. നമസ്കാരം മക്കളെ. എന്താടാ അന്തം വിട്ട് നോക്കി നിൽക്കുന്നേ? നമസ്കാരം പറടാ. നമസ്കാരം. ഇവൾ എന്റെ മകൾ മാത്രമല്ല, ഒരു നാടിന്റെ മുഴുവൻ റാണിയാണ്. ഒരു ജനതയുടെ മുഴുവൻ ദൈവമാണ്. എനിക്ക് ഇവളെ കൊണ്ടുപോയേ പറ്റൂ. ആരും തടുക്കരുത്. നീ ആവശ്യപ്പെടാതെ തന്നെ നിന്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നിറവേറ്റി. ഇനി നിന്റെ വാക്ക് നീ പാലിക്കണം. എൻ്റെ മകളെ തിരിച്ചു തന്നേക്കണം. ഇനി എൻ്റെ മകൾക്ക് വേണ്ടി ആരെങ്കിലും വാശി പിടിച്ചാൽ ഇനി അവൾക്ക് വേണ്ടി ആരും വാശി പിടിക്കില്ല. നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം. പക്ഷേ അവൾ ഇനി ഒരിക്കലും സന്തോഷിക്കില്ല. അവളുടെ ശരീരം മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ. മനസ്സിവിടെയാ. അത് കൊണ്ടുപോകാൻ സാധിക്കില്ല നിങ്ങൾക്ക്. സാധിക്കും. ഇന്ദർരാജ റെഡ്ഡിക്ക് എന്തും സാധിക്കും. പങ്ക പങ്ക, ഓ. അവരെപ്പെത്തുന്നാ പറഞ്ഞത്? രാവിലെ. ആ ആ. മോൾക്ക് പോകാനുള്ള വണ്ടിയെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടോ? അതൊക്കെ അവർ കൊണ്ടുവന്നോളും. വിജയ, ചേട്ടാ,
എടാ വിജയ, ചേട്ടാ മോക്ക് കൊടുക്കാനുള്ള എടുത്തു വെച്ചോടാ. വേഗം എടുത്തു വെക്കടാ. വിജി, മോളെ വിജി. മാഷ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, കണ്ടില്ല, കണ്ണില്ലല്ലോ, പിന്നെങ്ങനെ കാണുന്നേ? ആ മാഷിങ് വന്നേ. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് മാഷ അത് സാധിച്ചു തരുമോ? പറ, സാധിച്ചു തരുമോ? എന്താണെങ്കിലും ഏട്ടൻ പറഞ്ഞു. ഞങ്ങളുടെ പൊന്നുമോള് പോകുന്നതിന് മുമ്പ് എനിക്ക് അവളെ ഒന്ന് കാണണോടാ. ഒരു നോക്ക് എന്റെ മോളെ എനിക്കൊന്ന് കാണണം മാഷേ.